നമുക്ക് ഇത് കായ്ക്കുന്നില്ല, അല്ല കായ്ച്ചത് കിട്ടിയില്ല എന്ന് വെച്ചാൽ മടുപ്പുണ്ട്. അടുത്ത വർഷം നമുക്ക് നോക്കാം. പ്രതീക്ഷയാണല്ലോ ഏറ്റവും വലിയ നമ്മളെ പ്രോത്സാഹനം. പ്രതീക്ഷ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുക. എല്ലാവർക്കും കർഷകരോടൊപ്പം എന്ന് പറഞ്ഞ കണ്ണൂർ മൗണ്ടൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമുക്ക് പോട്ടിൽ വെച്ച ഒരു തായ്ലൻഡ് പിങ്ക് പേരയാണ്. അപ്പോൾ ഇത് ഒരു കണ്ണൂരിലെ ഒരു പ്രശസ്തമായ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു പേരയാണ്. അപ്പോൾ ഇത് ആദ്യം വെച്ചപാട് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതിങ്ങനെ കായ്ക്കുന്നില്ല, വെറും തണ്ട് മാത്രം, ഉണങ്ങിയിട്ടില്ല, ഒരു തണ്ട് മാത്രമായിരുന്നു. എത്ര വളമൊക്കെ ഇട്ടിട്ടും ഇത് ഈ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഈ തായ് പിങ്കാണ്. അപ്പോൾ ഇതിന് വേറെ പേര്, ഇവർ ഒരു 10 ഐറ്റംസ് ആ ഒരു നഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇവർ നിറച്ച് കൊടുത്ത എങ്ങനെയാണെന്ന് അറിയില്ല, അടിയിൽ എന്തൊക്കെ വെച്ചു, അതായത് കല്ല് വെച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ എങ്ങനെയാണ് പാക്ക് ചെയ്യാന്നറിയില്ല. പക്ഷേ ഇതിപ്പോൾ കായ്ക്കണില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെ, അതായത് ഇവർ തന്നെ വാങ്ങിച്ച വേറെ ചെടിയും കൂടിയുണ്ട്, അത് കാണിച്ചിടാം. അപ്പോൾ ഇത് ജപ്പാൻ റെഡ് പേരയാണ്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടില്ല, പക്ഷേ ഇത് പൂവിടും, പക്ഷെ കായ്ക്കുന്നില്ല. ഇതും ആ ഒരു നഴ്സറി, അതായത് 10ഓളം ചെടികൾ വാങ്ങിച്ചെന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ ഒരു ചെടിയും കൂടെ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ വിളിച്ചത് നമുക്ക് സ്ഥലവും ഇല്ല, അപ്പോൾ നമുക്കിങ്ങനെ പോട്ടിൽ വെക്കാനായിട്ട്, പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. അതായത് ശരിയായി കായ്ക്കില്ല. ഇനിയിപ്പം കായ്ക്കുന്ന ചെടിയാണെങ്കിൽ എവിടെയും കായ്ക്കും, പക്ഷേ ഇത് പോട്ടിൽ വെച്ചിട്ടും കായ്ക്കുന്നില്ല. കാരണം നമ്മളെടുക്കുക ഇതിൻ്റെ ചെടിയുണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ പാക്കറ്റിൽ തന്നെയാണ്, പക്ഷേങ്കിൽ അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ചെടി നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കായ് പോലും ഇല്ല. അപ്പോൾ ഇത് നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്, നമ്മളെ വീട്ടിൽ കായ്ക്കുന്നില്ല. പിന്നെ അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, വെയിൽ കിട്ടുന്ന സ്ഥലത്താണോ. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇതിനൊരു കുഴപ്പമില്ല, വെയിലും കിട്ടുന്നുണ്ട്, വെള്ളവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷയോടെയാണ് ഇത് നമ്മളെ വീട്ടിലെല്ലാം കൊണ്ടുപോയി നടുന്നത്, പക്ഷെ അത് കായ്ക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കായ്ച്ചത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബേറാപ്പിൾ ഇതും ആ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെ പൂക്കും, പക്ഷേ ഇത് കായ്ക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു അവസ്ഥയിലാണ്. കുറച്ച് ആദ്യം മാത്രം കായ്ക്കും. ഒരു വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നല്ലതായിട്ട് വളം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് പരിചരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയാണ്. ഈ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ്. പലരും നമ്മോട് ചോദിക്കും, പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കായ്ക്കോ ഇല്ല. അപ്പോൾ കുറച്ച് നാൾ കായ്ക്കും, പിന്നെ കായ്ക്കില്ല. അതുകൊണ്ട് മണ്ണിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കാണുന്നത് നമ്മുടെ മൗണ്ടൻ വ്യൂവിൻ്റെ തായ്ലൻഡ് പിങ്ക് പേരയാണ് കേട്ടോ. ഇതിൽ കണ്ടോ ഓരോ ഇലയിലും ഓരോ പേരൊക്കെയാണ്. അപ്പോൾ നമ്മളിത് പാക്കറ്റിൽ തന്നെയാണ്, മാറ്റി നാട്ടിലേത്. മറ്റേ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചത് ചട്ടിയിൽ വെച്ചാണ്. ഇതിലും പേരക്ക നിറയെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൗണ്ടൻ വ്യൂവിൻ്റെ പേരക്ക നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റി തന്നെയാണ്. ഓരോ കൊമ്പിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാവിടെയും പേരക്കയുണ്ട്, നിറയെ ഉണ്ട്. നല്ലോണം പൂക്കുകയും നല്ലോണം കായ് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മഴയായതുകൊണ്ടാണ് ഇതൊക്കെ ഏകദേശം മൂപ്പായി, അത് വണ്ണം വെച്ചില്ല, നല്ല മഴയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ. അത് പറിച്ചെടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൗണ്ടൻ വ്യൂവിൻ്റെ ചെടികൾ. അപ്പോൾ ചെടികൾക്ക് ഗുണനിലവാരമുണ്ട്. അപ്പോൾ നമ്മളിത് പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ കാണുന്നത് നമ്മുടെ ലോങ്ങനാണ്, വൈറ്റ് ലോങ്ങന്, അതുപോലെ തന്നെ എഡാസ്റ്റാർ, അതുപോലെ തന്നെ 4 സീസൺ ഒക്കെയാണ്. ഇതൊക്കെ നമ്മുടെ മൗണ്ടൻ വ്യൂവിൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെ സമയത്ത് കായ്ക്കുകയും ചെയ്യും, നല്ല കായ്ഫലം കിട്ടുന്നത്. എഡാസ്റ്റാറൊക്കെ നല്ല കായ്ക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സമയത്ത്, അതായത് 3 വർഷം എന്ന് പറഞ്ഞാൽ 3ാമത്തെ വർഷം തന്നെ നിറയെ കായ്ക്കും. ലോങ്ങൻ ചെടിയാണ് ഇത്. നമ്മുടെ ലൗലോലിക്ക അല്ലെങ്കിൽ ലൂവിക്ക, സീറ്റ് ലൂവി NR ആണ്. നിറയെ കായുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു ചെടിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സീറ്റ് ലൂവിയാണ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇതാണ് നമ്മൾ പറഞ്ഞ വൈറ്റ് ലോങ്ങൻ. ഇതാടാ ഇതേപോലെ കായ ഉണ്ടാവുക. ഇതിപ്പം ഇത് ഡാമേജ് പറ്റിയതാണ്, അൺലോഡിങ്ങിൽ ഡാമേജ് പറ്റിയ ചെടിയാണ്. അപ്പോൾ ഇത് 3 വർഷമായ ചെടിയാണ്. കറക്റ്റ് ഇത് കണ്ട കായ പിടിച്ചത് സമയത്ത് കായ്ക്കും. അതിന് ഇത്തിരി പൈസ കൂടുതലുള്ള ഒരു ചെടിയാണിത്. ഏകദേശം 3000 രൂപ അടുത്ത് വരും ഈ ഒരു പ്ലാന്റിന്. നമുക്ക് റംബൂട്ടാൻ മാത്രം ഈ പ്രാവശ്യം നിറയെ കായ്ച്ചിട്ട് കായ് കിട്ടിയില്ല, എല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പോൾ കായ് വിളവെടുക്കേണ്ട സമയമായിരുന്നു, പക്ഷേ എന്താണെന്ന് അറിയില്ല, മഴ, ആ ഒരു ചൂടും മഴയൊക്കെ ആയിട്ട് നമുക്ക് കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇപ്പോൾ ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ചാണകപ്പൊടി, അതായത് ആ ഒരു ചൂട് കാരണം ഇലയൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലോണം ചാണകപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ പുതിയ തളിര് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് പ്രൂൺ ചെയ്തിട്ട്, അതായത് മടുപ്പുണ്ടാകാൻ പാടില്ല. നമുക്ക് ഇത് കായ്ക്കുന്നില്ല, അല്ല കായ്ച്ചത് കിട്ടിയില്ല എന്ന് വെച്ചാൽ മടുപ്പുണ്ടാകും. അടുത്ത വർഷം നമുക്ക് നോക്കാം. പ്രതീക്ഷയാണല്ലോ ഏറ്റവും വലിയ
നമ്മളെ പ്രോത്സാഹനം, പ്രതീക്ഷ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.